ഇനിയിപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ സദ്യ വളരെ പ്രധാനമാണ്. രണ്ടു കൂട്ടം പ്രഥമനൊക്കെയുള്ള സദ്യ ഒരുക്കാൻ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഓട്ടത്തിലായിരിക്കും. ഈ സദ്യ വിളമ്പണമെങ്കിൽ വാഴയില വേണമല്ലോ. അതിനുള്ള ഡിമാൻഡ് ഇതാ കൂടുകയാണ്. ദിവസവും 50,000-ഓളം വാഴയിലകളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ വാഴ കർഷകർക്കും കൈത്താങ്ങാവുകയാണ് ഈ ഓണം വിപണി. അഖിൽ തയ്യാറാക്കി റിപ്പോർട്ട്. ഓണമായാൽ സദ്യ പ്രധാനമാണ്. സദ്യയ്ക്ക് വാഴയില നിർബന്ധമാണ്. 16 വർഷമായി തമിഴ്നാട്ടിൽ നിന്നും വാഴയില കൊണ്ടുവന്ന കേരളത്തിലെ മലയാളികൾക്ക് സദ്യയ്ക്കായി നൽകുന്ന സ്വദേശിയായിട്ടുള്ള പ്രമോദേട്ടനുണ്ട്. പ്രമോദേട്ട, അപ്പോൾ ഇത്തവണയും തമിഴ്നാട് തന്നെയാണ് നമ്മളെ ഇല കൊണ്ടുവരുന്നത്? ഈ പ്രാവശ്യം തമിഴ്നാടും കർണാടകയിൽ നിന്നാണ് ഇല വരുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? ഈ കാലാവസ്ഥ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി നാടൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമ്മൾക്ക് ഈ പ്രാവശ്യം തമിഴ്നാടിനെ കർണാടകത്തെ നമുക്ക് ആശ്രയിക്കേണ്ടി വരികയാണ്. നാട്ടിലെല്ലാം നമ്മുടെ വെള്ളം കയറി നശിച്ചു പോയത് കാരണം. എന്താണ് പ്രതീക്ഷ മൊത്തത്തിലൊരു മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വില വരും എന്നുള്ള പ്രതീക്ഷയാണ്. തുടക്കം തൊട്ട് നല്ല ഓർഡറാണ് നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് എത്ര വരും എന്നുള്ളത് നമുക്കിപ്പം മുൻകൂട്ടി നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ പോലും ഏതാണ്ട് ഒരു ഇലയ്ക്ക് 10 രൂപ വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ രീതിയിൽ കാഴ്ചപ്പാട് നമുക്ക് കാണുന്നത്. ഈ ഓണക്കാലം ആകുമ്പോഴാണോ നമുക്ക് നല്ലൊരു ബിസിനസ് കിട്ടുന്നത്, അതോ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക്? ഏറ്റവും കൂടുതൽ വാഴയിലയ്ക്കുള്ള ബിസിനസ് കിട്ടുന്നത് ഓണസമയത്താണ്. ഓണസമയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിങ്ങമാസത്തിൽ ഒത്തിരി കല്യാണങ്ങൾ, ഫംഗ്ഷനുകൾ, അങ്ങനെ പരിപാടി നടക്കുന്ന കാരണം ഒരു വർഷത്തിലെ ഏറ്റവും വലിയ ഓർഡർ കിട്ടുന്നത് ഓണസമയത്താണ്. ശരിക്കും നമ്മുടെ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ മാത്രമായിട്ടാണോ നമ്മൾ ഈ ഇലകളും മറ്റൊക്കെ കൊടുക്കുന്നത്, പുറത്തേക്കൊക്കെ പോകുന്നത്? നമ്മുടെ ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം നമ്മൾ 4 ജില്ലകളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ച് ദുബായ്, അബുദാബിയിലോട്ട് നമ്മൾ എക്സ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓണസമയത്താണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള സമയത്ത് സാധാരണ ഓർഡർ അനുസരിച്ച് ഒരു റെഗുലറായിട്ട് അങ്ങ് പോകുള്ളൂ. പക്ഷേ ഓണസമയത്ത് രാപകലില്ലാതെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു മൊത്തത്തിലൊരു ബിസിനസ്? മൊത്തം നന്നായി പോകുന്നുണ്ടോ? ഈ വർഷം നല്ല രീതിയിൽ, ശരിക്കും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓണം ആദ്യം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഉത്സാഹത്തോടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇലയിൽ നിന്നും ശരിക്കും നമ്മുടെ ഒരു കാലാവസ്ഥയൊക്കെ വലിയൊരു ഘടകമായി നിൽക്കുന്നുണ്ടല്ലോ എല്ലാ നിലയ്ക്ക് ഇല ബിസിനസ്. അപ്പോൾ ഇത്തവണത്തെ കാലാവസ്ഥ കുഴപ്പമില്ലാത്ത പോയോ? വലിയ കുഴപ്പമില്ല. ആദ്യം മോശമായിരുന്നു, മഴ വെള്ളപ്പൊക്കം കാരണം നമുക്ക് കാലാവസ്ഥ മോശമായിരുന്നു. ഇപ്പം ഓണം സീസൺ ആയപ്പോഴത്തേക്കും വീണ്ടും അത് തിരിച്ചു വരുന്നുണ്ട്. ഇല ഇപ്പോഴും അവിടെ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ലോഡ് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണെന്നുള്ളതാണ്. കേരളത്തിൽ നമ്മുടെ ഒരു 4-5ഓളം ജില്ലകളിലേക്ക് സദ്യക്കായിട്ടുള്ള ഇലകൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മലയാളികൾ ഓണം ഉണ്ണുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഇലകൾ നിന്നാണ് അപ്പോൾ എന്തായാലും ഇലകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കാലത്ത് പഠിക്കാം. റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.